ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ആക്സിഡൻറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് വർക്കിന് കയറിയാണ്. അപ്പോൾ അതിൻ്റെ ചെയ്സൊക്കെ ഓൾറെഡി ഡാമേജ് ആയിരുന്നു. അപ്പോൾ ചെയ്സ് മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ചെയ്സ്, അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക്, പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഫ്രണ്ട് കവർ, ഇന്നർ കവർ നമ്മൾ നിസ്സാരമായിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിൽ പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അതിനകത്ത് നമുക്ക് ചെയ്സ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക് അതിൻ്റെ കോൺസെപ്റ്റ് വരും, പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഈ വലിയ കവർ. ഹെഡ്ലൈറ്റൊക്കെ പൊട്ടിയിട്ടുണ്ട്, പക്ഷേ ഈ വലിയ കവറാണ് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. പരമാവധി അഡ്ജസ്റ്റ് ചെയ്താണ് ഉപയോഗിക്കണം, കാരണം വണ്ടിക്ക് ID വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ ഇത് ഈ ഇൻഡിക്കേറ്റർ ഉള്ളിൽ പൊട്ടുണ്ട്, പക്ഷെ നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗം പൊട്ടിയിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. പിന്നെ നമുക്ക് ഈ ഫ്ലോറിൻ്റെ കവറൊക്കെ പൊട്ടിയിട്ടുണ്ട്. എനിക്ക് ആ എസ്റ്റിമേറ്റിലൊന്നും കൂട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു, അത് പൊട്ടിയിട്ടുണ്ട്. ഈ ലഗേജ് ബോക്സ് ഇവിടെ വന്ന ഭാഗം പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് എൻ്റെ ഈ ഫ്രണ്ട് ബാക്കിലത്തെ ഷോക്ക് അബ്സോർബർ അത് ഓൾറെഡി ബെൻഡായ ഒരവസ്ഥയിലേക്ക് ഇങ്ങനെയാണ് ബെൻഡായിട്ടിരിക്കുന്നത്. അത് വർക്കാവില്ല ആ കണ്ടീഷനിലിട്ടായി. അപ്പോൾ ആ ബാക്ക് ഷോക്ക് അബ്സോർബർ നമ്മൾ കൂടുതൽ മാറ്റിയിടേണ്ടതായിട്ട് വരും. പിന്നെ ലിങ്ക് അസംബ്ലി, എഞ്ചിനും ചേസുമായിട്ട് കണക്ഷൻ വരുന്ന ലിങ്ക്, അതെല്ലാം കൂടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പാർട്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ഇടാം. അതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് അഡീഷണൽ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്രോക്സിമേറ്റ് ബാക്കിയത്തെ ഡാമേജുള്ള പാർട്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ എന്നിട്ട് ആ വീഡിയോ അയച്ചു തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. എന്തായാലും നമുക്ക് ചേസിൻ്റെ വർക്ക് എന്തെങ്കിലും നടത്താം. ബാക്കിയത്തെ നോക്കിയിട്ടൊന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ബാക്ക് ഷോക്ക് നമുക്ക് അഡീഷണലായിട്ട് വന്നതാണ്. അഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും കംപ്ലയിൻസ് മനസ്സിലാവാം കേട്ടോ. സ്റ്റെപ്പ് ഫ്ലോറൊക്കെ വരുമ്പോൾ നമുക്ക് 338 രൂപ സ്റ്റെപ്പ് ഫ്ലോർ ഉണ്ട്. അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉള്ളതല്ല. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ഷോക്ക് അബ്സർവർ തന്നെ ഉണ്ട്. ബാക്ക് ഷോക്ക് അബ്സർവർ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ 919 രൂപ ബാക്ക് ഷോക്ക് അബ്സർവർ വരാം. പിന്നെ ഫ്ലോറിൻ്റെ സൈഡ്, ആ സൈഡിലത്തെ ഫ്ലോറ് പോയേക്കുന്നത് 189 രൂപ ഉള്ളൂ. നമുക്കത് റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. നമുക്കത് അത്യാവശ്യം അത് കുറഞ്ഞുള്ളൂ. അതിൻ്റെ വരുമ്പോൾ റേറ്റ് കൂടുതലാണ്, 600 സംതിങ് ആണ്. ഇത് BS4 മോഡലിൻ്റെയാണ്. അപ്പോൾ അതിന് റേറ്റ് ഒരല്പം കുറവുണ്ട്. പിന്നെ ലഗേജ് ബോക്സ്, സീറ്റിൻ്റെ അടിയിൽ തന്നെ ഭാഗമാണത്. സീറ്റിൻ്റെ ലഗേജ് ബോക്സ് ഉണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് തന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ 802 രൂപ അതിന് കോസ്റ്റ് ഉണ്ട്. 802 രൂപ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇന്നർ കവർ തന്നെ ഉണ്ട്. ഇന്നർ കവർ വരുമ്പോഴത്തേക്കും ഇന്നർ കവറിന് 470 രൂപ നമുക്ക് തന്നെ കേട്ടോ. 470 നമുക്ക് കോസ്റ്റ് വന്നുണ്ട്. ലിങ്ക് സബ് അസംബ്ലി ഹീറോൻ്റെയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ റേറ്റ് വരുമ്പോഴത്തേക്ക് 520 തന്നെ കേട്ടോ. റേറ്റ് ഒരല്പം കുറവ് കിട്ടും. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കവറാണ് വേറെ വന്നത്. ഫ്രണ്ട് കവർ വരുമ്പോഴത്തേക്കും നമുക്ക് 2267 രൂപയാണ് കോസ്റ്റ്. 2267 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ലോവർ കവറാണ് വരാം. ലോവർ കവർ വരുമ്പോഴത്തേക്കും വന്ന റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1176 നമ്മൾ 1110 രൂപ കൂട്ടി 1176 നമുക്ക് അതിന് കോസ്റ്റ് വന്നാൽ. പിന്നെ ലിങ്കിൻ്റെ റബ്ബർ, പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ 1-2 കേബിളുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. അതും കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയും കൂടി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞേക്കണ ടോട്ടൽ എമൗണ്ട് പറഞ്ഞാൽ വേരിയേഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണതിൻ്റെ കേസ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതനുസരിച്ചിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എന്തായാലും ചേസിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കയറ്റാം, ബാക്കിയത്തെ ഭാഗങ്ങൾ കയറ്റാം. ആ ബോഡി പാർട്സുകൾ എന്തെങ്കിലും റിപ്ലൈ കിട്ടിയാലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ അസംബ്ലി വരുമ്പോൾ 2651 നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. പിന്നെ അതുപോലെ തന്നെ ബോൾ റൈസർ 420 രൂപ കേട്ടോ. ഷെയ്സിൻ്റെ പറഞ്ഞ പോലെ 6744 രൂപയാണ് ചേസ് വരാം. 6744 കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗത്ത് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാണ് എസ്റ്റിമേറ്റിൽ വ്യത്യാസം വരും. 1-2 പാർട്സുകൾ അഡീഷണൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ തന്നെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് റിപ്ലൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പ്രൊസീജിയർ കഴിഞ്ഞ് നമുക്ക് നാളേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ പോലും വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.